ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെല്ലാവരും കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ നോട്ടിഫിക്കേഷൻസുകൾ ഇല്ല, അല്ലെങ്കിൽ എക്സാംസുകൾ തീർന്നു പോയല്ലോ, ഇനി എന്നാണ് എക്സാംസുകൾ? അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ PSC സിവിൽ എക്സാംസുകൾക്ക് വരുന്നില്ല. കാരണം നമുക്കിതാ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 മാസം കൂടുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് വരും? എക്സാംസുകൾ വരും, നോട്ടിഫിക്കേഷൻസുകൾ വരും. അപ്പൊ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ ആണ്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ പബ്ലിക് വർക്ക്സ്, അത് PWD അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് അല്ലെ. നമുക്ക് ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചെടുത്ത് ഇപ്പൊ ITI, ഡിപ്ലോമ, BTech ഒക്കെ ആയിക്കോട്ടെ, നമുക്ക് ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്ന എക്സാംസുകളിൽ ഒന്നാണ് എന്ന് പറയുന്നത് PWD ഇറിഗേഷൻ ഗ്രേഡ് 2 എക്സാം എന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ തവണ ഇത് വിളിച്ച് ഇതിന്റെ ഈ ഒരു എക്സാമിന്റെ കേസിൽ 600-ലധികം അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. 600-ലധികം, അതായത് നിങ്ങൾക്കൊരു 500-നുള്ളിൽ റാങ്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കൊക്കെ ഇപ്പൊ അഡ്വൈസ് പോയിട്ടുണ്ടാവും. അപ്പൊ അത്രത്തോളം നമുക്ക് മാസമായിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു എക്സാം ആണ്, സിവിലുകാർക്ക് വിളിക്കുന്ന ഒരു എക്സാം ആണ് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ PWD ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമിന്റെ കുറച്ച് കാറ്റഗറി നമ്പർ കൂടെ ഒന്ന് ഓർത്തു വെക്കുക, 008-2024. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമിന്റെ കുറച്ച് ഡീറ്റെയിൽസുകൾ, അതായത് എന്നാണ് എക്സാം വരിക, എങ്ങനെയാണ് ഇതിന്റെ സിലബസ് വരുന്നത്, ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ ഇത് ചിലരൊക്കെ ചോദിക്കുന്നത് ചില എക്സാംസുകളൊക്കെ വരുന്ന സമയത്ത് കുറഞ്ഞ ഒഴിവല്ലേ ഉള്ളൂ, നമ്മൾ ഇതിന് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ. ഓക്കെ, പക്ഷെ ഈ ഒരു എക്സാമിന്റെ കേസിലാണ് നിങ്ങൾ അതൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞു എന്താണ്, എന്ത് തന്നെ ആയാലും നമുക്കിപ്പോ ലാസ്റ്റ് വിളിച്ച അതേ രീതിയിലുള്ള അഡ്വൈസ് നമുക്ക് ഈ ഒരു ഇത്തവണ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എക്സാം പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഇവിടെ ഇല്ല. ഇനി എന്താണുള്ളത്? പഠിച്ചു തുടങ്ങുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷനുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമിന്റെ ഒരു ഓവർവ്യൂ അല്ലെ, ഇതിന്റെ എങ്ങനെയാണ് കഴിഞ്ഞ തവണ വിളിച്ചത്, എത്ര നോട്ടിഫിക്കേഷൻ വന്ന് എത്ര സമയത്തിനുള്ളിൽ എക്സാം നടന്നിട്ടുണ്ട്. കാരണം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നല്ലൊരു ടൈം ടേബിൾ, നമുക്ക് നല്ലൊരു എന്താ പറയുക സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ടും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ സൈലന്റ് ടെക്നിക്കൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല റാങ്കുകൾ തന്നെ ഈ വരാൻ പോകുന്ന എക്സാംസുകൾ നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പോ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷന്റെ ഒരു സംഭവം ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഒരു March 1-നാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഈ April 3 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവസാന ഡേറ്റിലോട്ട് മാറ്റി വെക്കരുത്. കാരണം നമ്മളൊക്കെ ഒരുപാട് തിരക്കുള്ളവരാണ് അല്ലെ, നമുക്ക് ഒരുപാട് സിനിമക്ക് പോകണം, ഒരുപാട് ട്രിപ്പ് പോകണം. അപ്പൊ നമ്മളൊക്കെ ഒരുപാട് തിരക്കുള്ളവരാണ്. നമ്മൾ ഒരിക്കലും ലാസ്റ്റിലോട്ട് മാറ്റി വെക്കരുത്, നമ്മൾ മറന്നു പോയതിനു ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സങ്കടപ്പെട്ടിട്ടോ പഠിച്ചിട്ടോ കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ഒരു നിമിഷം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം, അതിന് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ കാറ്റഗറി നമ്പർ ഞാൻ പറഞ്ഞു എത്രയാണ് നമുക്ക് വരുന്നത്, 008-2024 ആണ് ലാസ്റ്റ് ഡേറ്റ്. ആരും മറക്കരുത്. എത്രയാണ്? April 3 രാത്രി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ്. കാരണം കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, അതിൽ 12 ആണ് ഒരു വേക്കൻസി കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി ഇതുവരേക്കും അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും മൈൻഡിൽ വെക്കുക. ഇനി ഏജ് അറിയുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം 1836 സാധാരണ വരുന്ന ഓവർസിയർ എക്സാംസുകളെ പോലെ തന്നെ ജനറൽ കാറ്റഗറിക്കാണ് ഈ അപ്പർ ഏജ് ലിമിറ്റ് 36 ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ OBC ബാക്കി SC ST കാറ്റഗറിക്കാർക്കൊക്കെ അതിനനുസരിച്ചുള്ള ഇളവുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ? നിങ്ങൾ സിവിൽ പഠിച്ചവരാണോ? ITI മുതൽ MTech വരെയുള്ള എല്ലാവർക്കും ഇത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഡിപ്ലോമ സിവിലോ സിവിലിന്റെ ഏതെങ്കിലും ഒരു സ്ട്രീം ആണെങ്കിൽ BTech, സിവിൽ, അതുപോലെ MTechന്റെയും ഡിഫറെന്റ് സ്ട്രീമുകളിലുള്ളവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറയുന്ന ക്വാളിഫിക്കേഷനിൽ KGTA പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഈക്വലന്റ് വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. VHSC, അതുപോലെ BTech, MTech കാർക്കൊക്കെ ഇത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതുപോലെ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് വെച്ചിട്ടും BTech കാർക്കും MTech കാർക്കും ഒക്കെ ഈക്വലന്റ് കൊടുക്കാം. അതുപോലെ ഡിപ്ലോമക്കാരാണെങ്കിൽ അവർക്ക് ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, അവർക്ക് കൊടുക്കാം. അത് സിവിൽ തന്നെ ആവണമെന്നില്ല, ഡിപ്ലോമ സിവിലിന്റെ ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോ ഓരോരുത്തർ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ട് ഏത് ഈക്വലന്റ് കൊടുക്കണം. ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കൊടുത്താൽ മതി. ഏത് കൊടുത്താലും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, ഏത് കൊടുക്കുന്നതല്ല, വരാൻ പോകുന്ന എക്സാമിനുള്ള പ്രിപ്പറേഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത്. അതാണ് നമ്മുടെ മൈൻഡിൽ വേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് കഴിഞ്ഞ തവണ വിളിച്ചിട്ടുള്ള, അതായത് നമ്മുടെ
പ്രിപ്പറേഷൻ എത്ര നേരത്തെ തുടങ്ങണം, എത്ര ഇന്റൻസ് ആയിട്ട്, അതായത് നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, നമ്മൾ എത്ര ഇന്റൻസ് ആയിട്ട് പഠിക്കണം എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, നമുക്ക് കഴിഞ്ഞ തവണ വന്നിട്ടുള്ളത് എന്താണ്, 2020 നവംബർ ഡിസംബർ മാസങ്ങളിൽ, ഡിസംബറിലെ ലാസ്റ്റ് ഡേറ്റും നവംബറിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അന്ന് കാറ്റഗറി നമ്പർ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു എന്താണ്, നമ്പർ ഓഫ് വേക്കൻസീസ് 12 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 12 ആണ് നമുക്ക് ഇതിനെന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിന്റെ അടുത്ത ഡീറ്റെയിൽസുകൾ ഇത് പി എസ് സിയുടെ തന്നെ ഡീറ്റെയിൽസുകളാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എക്സാം വന്നിട്ടുള്ളത് OMR എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് എന്താണ്, ജൂലൈയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പറയും 7 മാസം ഉണ്ടല്ലോ. ഇല്ല, കാരണം നമുക്ക് എന്താണ്, മെയ്യിലായിരുന്നു ആദ്യത്തെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ തവണത്തെ എക്സാമിന്റെ കലണ്ടർ ആണ്, അതിന്റെ സ്ക്രീൻഷോട്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ആദ്യം ഈ ഒരു എക്സാം വന്നിട്ടുള്ളത് എന്താണ്, സെക്കൻഡ് ഗ്രേഡിന്റെ എക്സാം മെയ്യിലാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് എക്സാം ജൂലൈയിൽ നടന്നത്? ഇവിടെ വന്ന് നമുക്ക് കൊറോണയിലായിരുന്നോ, കൊറോണ കാരണം മാറ്റിവെച്ച എക്സാം ആണ് പിന്നെ ജൂലൈയിൽ നടന്നിട്ടുള്ളത്. അതായത് നമ്മൾ ആ ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഡിസംബറിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഫസ്റ്റ് എക്സാം വന്നിട്ടുണ്ട്. അതായത് നമുക്ക് 4 മാസമാണ് അന്ന് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതേ രീതിയിൽ നമ്മൾ ഇത്തവണ മിനിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഇനി 4-നപ്പുറം പോയാൽ അത് അത്രയും നമുക്കുള്ളൊരു ബോണസ് അല്ലെ, നമുക്കതൊരു ബോണസ് ആണ്. നമ്മൾ പഠിച്ചൊക്കെ നമ്മൾ 4 മാസത്തിനുള്ളിൽ നല്ല അടിപൊളി ഒരു സ്റ്റഡി പ്ലാൻ നടത്തി, നമ്മൾ എല്ലാ തിയറി ടോപ്പിക്സുകളും കവർ ചെയ്തു, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു, മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ മോക്ക് ടെസ്റ്റുകളും സെറ്റായി നമ്മൾ 4 മാസത്തിനുള്ളിൽ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ സെറ്റ് ആയാലും പിന്നെ നമുക്ക് കിട്ടുന്ന ഓരോ മാസവും എന്താണോ നമുക്ക് ബോണസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിവിഷൻ ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാം, കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഏപ്രിലാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഏപ്രിൽ അല്ലെ, നമ്മളിപ്പോ വന്ന പുതിയ നോട്ടിഫിക്കേഷനിൽ ഏപ്രിലാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ എക്സാം വരുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ആ രീതിയിൽ നിങ്ങൾ ടൈം ടേബിൾ വെക്കണം, ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഓക്കെ, ഇനി ഈ ഒരു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഇനി നിങ്ങൾ നോക്കണം എല്ലാ കാര്യങ്ങൾ കൊണ്ടും. ഇപ്പൊ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു ജൂലൈയിലാണ് എക്സാം നടന്നത്. നിങ്ങൾ നോക്കണോ, ആ ഡിസംബറിലാണ് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് 2022 മെയ്യിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ വന്ന് 1.5 വർഷത്തിനുള്ളിൽ എല്ലാ പരിപാടിയും തീർത്ത് നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ പറ്റും. അപ്പൊ അതായത് നമ്മൾ ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം 2025 ജൂൺ, ജൂലൈയുടെ മുമ്പായിട്ട് നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഒരു 90% ഈ പറയുന്ന ഒരു എക്സാമിന്റെ പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയവരൊക്കെ ഈ വർഷം എന്തായാലും പാസ് ഔട്ട് ആയിരിക്കുന്നവർക്ക് പറ്റൂല. കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയവർക്കൊക്കെ 1-2 വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെയൊക്കെ ഡ്രീം സ്വപ്നമായിട്ടുള്ള ഒരു ഗവൺമെന്റ് കസേരയിൽ, ഒരു സിവിൽ നമ്മൾ പഠിച്ച ടെക്നിക്കൽ സബ്ജക്റ്റിൽ തന്നെ ഒരു ഗവൺമെന്റ് കസേരയിൽ നിന്ന് ജോലി ചെയ്യുക എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഒരു സ്വപ്നം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം വഴി നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അത് നിങ്ങൾ ബിടെക്കോ, എംടെക്കോ, ഡിപ്ലോമ, ITI ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞതുപോലെ സിൻസിയർ ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷം തന്നെ ഈ ഒരു ഗവൺമെന്റ് ജോലിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കയറിയിരിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ. അപ്പോ ഇതാ ടോട്ടൽ അഡ്വൈസ് 613 വരെ, കഴിഞ്ഞ മാസം വരെ ഒരു സെറ്റ് ഓഫ് അഡ്വൈസ് ഇതിന് പോയിട്ടുണ്ട്. ഇതുവരെ ലിസ്റ്റ് എന്ത് ചെയ്തിട്ടില്ല, ക്യാൻസൽ ആയിട്ടില്ല. എന്തായാലും ഇപ്പൊ എക്സാം വിളിച്ച സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ ക്യാൻസൽ ആവും. ഇനി ഇത്തവണയും ഇത്രത്തോളം ഒഴിവുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് എന്തായാലും അത് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇതിലധികം അഡ്വൈസുകളായിരിക്കും അടുത്ത തവണ വരാൻ പോകുന്നത്. കാരണം നമുക്കറിയാം ഒരുപാട് ഇപ്പൊ നമ്മൾ തന്നെ ഈ ഒരു ഇതില് ഒരുപാട് എന്റെ സ്റ്റുഡൻസിന് ഒരുപാട് ഈ ഒരു പോസ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ അന്വേഷിക്കുമ്പോൾ അവരൊക്കെ കുറെ ആളുകൾ മാറിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം അതിനേക്കാൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് എക്സാംസുകൾ വന്നു. ഈ 2013 തന്നെ, കഴിഞ്ഞ വർഷം തന്നെ ഒരുപാട് എക്സാംസുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതാ ഈ ഒരു പോസ്റ്റുകളിൽ കയറിയിട്ടുള്ള ഒരുപാട് ഡിപ്ലോമ, ബിടെക്കുകാരൊക്കെ എന്ത് ചെയ്യും, അതിനേക്കാളും നല്ലൊരു ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ, അതുപോലെ ഈ ലെക്ചർ ഇൻ പോളി അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള നല്ല ഒരു പോസ്റ്റിലോട്ട് റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മാറുന്നതാണ്. അതിന്റെയൊക്കെ റിസൾട്ടുകൾ ഇതായി വരുന്ന വർഷങ്ങളിൽ വരുന്നുണ്ട്, കുറെ റിസൾട്ടുകൾ വന്നു. അപ്പൊ ഇതിലോട്ടൊക്കെ ഒരുപാട് പേര് മാറുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് വേക്കൻസികൾ വരും. അതിന്റെ കൂടെ തന്നെ പുതിയ വേക്കൻസികളും വരുമ്പോൾ നമുക്ക് എന്തായാലും മിനിമം 500+ അഡ്വൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷം എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ 500 റാങ്ക് വാങ്ങണമെന്നല്ല. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം, 100 അല്ലെങ്കിൽ 50ന്റെ ഉള്ളിൽ തന്നെ
തന്നെ എനിക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു റാങ്ക് തന്നെ ഞാൻ നേടിയെടുക്കും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അതല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു PSC റാങ്ക് കിട്ടി ഏതെങ്കിലും ഒരു ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ വരലല്ല നമ്മുടെ ലക്ഷ്യം. അല്ലെ, അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്? റാങ്ക് കിട്ടണം, ആ റാങ്ക് അനുസരിച്ച് നമുക്ക് ജോലി കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് ഒരു റാങ്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ മുന്നിൽ ലക്ഷ്യമായിട്ട് വെക്കുക, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ക്ലിയർ? സോ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ ഇതാണ് കഴിഞ്ഞ തവണത്തെ. അപ്പൊ ഇതുവരെയുള്ള ലാസ്റ്റ് അഡ്വൈസ് പോലെ ഞാൻ പറഞ്ഞു ഫെബ്രുവരി ആണ് അല്ലെ. അപ്പൊ ഫെബ്രുവരിയിലാണ് ലാസ്റ്റ് അഡ്വൈസ് ഈ വർഷം പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറിയിൽ 532 വരെ, അതുപോലെ ഓരോ കാറ്റഗറിയിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോന്നും 500-ലധികം അപ്പുറം റാങ്കുകളിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് 1038 വരെ LCA കാറ്റഗറിയിലൊക്കെ നമുക്ക് റാങ്ക് പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ അത്രത്തോളം മാസമായിട്ട് വളരെ നിങ്ങൾക്കറിയാം, നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ മാസമായിട്ട് വിളിക്കുന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്. PWD, ഇറിഗേഷൻ, LSTD, അതുപോലെ വാട്ടർ അതോറിറ്റി പോലുള്ള. അപ്പൊ അതിൽ നമുക്ക് നല്ലൊരു അവസരം എന്നതാണ്. നിങ്ങൾക്കറിയാം ഈ ഒരു കാലത്ത് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ജോലി നേടുക അല്ലെങ്കിൽ റാങ്ക് നേടുക എന്ന് പറയുന്നതിനേക്കാളൊക്കെ ബുദ്ധിമുട്ട് എന്താണ്, നമ്മുടെ മുന്നിൽ അവസരങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇതിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്ന അവസരമാണ്. നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ, ITI ആയിക്കോട്ടെ, ഡിപ്ലോമ ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആരോ, ദൈവം തമ്പുരാനോ അതല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, അവര് തുറന്നു തന്നിട്ടുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുതലാക്കുക എന്നുള്ളതാണ്. സോ സൈലം ടെക്നിക്കൽ നിങ്ങളുടെ കൂടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ എന്തുണ്ടാവും, നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് റാങ്കുകൾ നേടാനായാലും നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായാലും നിങ്ങൾക്ക് ഏതൊരു ഗൈഡൻസിനും നിങ്ങൾക്ക് എന്തുണ്ടാവും, സൈലന്റ് ടെക്നിക്കൽ നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങൾ കൂടെ എന്ത് ചെയ്യാം, മനസ്സുകൊണ്ട് വെക്കുക, എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം നേടിയെടുക്കണം, ഈ ഒരു ജോലി, ഗവൺമെന്റ് ജോലി, അടുത്ത വർഷം ഞാനൊരു ഗവൺമെന്റ് ജോലിയിലായിരിക്കും എന്നുള്ള ആ ഒരു ലക്ഷ്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ കുടിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് കഴിഞ്ഞ തവണ ഡിസംബറിൽ അവസാന ഡേറ്റ് വന്നിട്ട് നമുക്ക് മെയ്യിലാണ് ആദ്യത്തെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അത് കൊറോണ കാരണം മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 27, അതായത് കഴിഞ്ഞ 21 മെയ്യിലാണ് ഈ ഒരു എക്സാം അവസാനം നടന്നിട്ടുള്ളത്. ഓക്കെ, അവസാനം നടന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ സിലബസ് ആണ്. ഗ്രേഡ് 2 എക്സാം ആയതുകൊണ്ട് തന്നെ ഒരു ITI ലെവല് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ തവണ. അതിനനുസരിച്ച് നല്ല കട്ട് ഓഫും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, സർവേ, അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ, പിന്നെ ഹൈഡ്രോളിക്സ്, ഇറിഗേഷന്റെ കുറച്ച് ബേസിക്സ്, ഓട്ടോകാഡ്, ഇത്രത്തോളമാണ് നമ്മുടെ സിലബസിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ഡീറ്റെയിൽഡ് സിലബസ് നമ്മുടെ ഗ്രൂപ്പുകളിൽ, നിങ്ങളുടെ കുട്ടികളുടെ സൈലത്തിന്റെ ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും സിലബസ് കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ടെലിഗ്രാം, വാട്സ്ആപ്പ്, അതുപോലെ യൂട്യൂബിന്റെ ഒക്കെ ഗ്രൂപ്പ് ലിങ്കുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസുകൾ എടുക്കുക. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 06520/21 ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഒരു ഡിസ്കഷനും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ നിങ്ങൾക്ക് സൈലന്റ് ടെക്നിക്കൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നിമി ഫൈറ്റർ സീരീസ് അല്ലെ, ഒരുപാട് കുട്ടികൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ, കാരണം നിമിയുടെ ഒക്കെ ക്വസ്റ്റ്യൻസുകളൊക്കെ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതിന് കുറച്ച് വ്യത്യസ്തമായുള്ള വാല്യൂകൾ, കോഡുകളൊക്കെയാണ് നിമിയിൽ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഓവർസിയർ എക്സാംസുകൾ, ഇപ്പൊ ഇതിന്റെ തന്നെ ഈ കഴിഞ്ഞ വർഷത്തെ എക്സാംസുകളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിമി ബേസ്ഡ് ആയിട്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഫ്രീ ആയിക്കൊണ്ട് തന്നെ നമ്മൾ നിമി ഫൈറ്റർ സീരീസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്, അവരത് യൂസ്ഫുൾ ആക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ആ ഒരു നിമി ഫൈറ്റർ സീരീസിൽ ഇതുവരെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്തവര് സൈലന്റ് ടെക്നിക്കലിന്റെ ആപ്പിൽ ഫ്രീ ഫോക്കസ് ബാച്ചുകളിൽ ഇതുവരെ നടന്ന ക്ലാസ്സുകൾ ഉണ്ട്, അതൊന്ന് അറ്റംപ്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആണെന്നുള്ളത്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഫ്രീ കണ്ടന്റുകൾ, അതുപോലെ നമ്മളൊരു 1 year സ്റ്റഡി പ്ലാൻ ഉണ്ട് വരാൻ പോകുന്ന AI എക്സാംസുകൾക്ക്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഫ്രീ സ്റ്റഡി പ്ലാനുകൾ, ഫ്രീ സ്റ്റഡി ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ആ കറക്റ്റ് സമയത്തിന് തന്നെ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു നമ്മളിതാ ഇനി സമയമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ കഴിഞ്ഞ ഈ വർഷം തുടക്കമൊക്കെ ചെയ്ത സമയത്ത് പറഞ്ഞു ഓക്കെ നമുക്കിപ്പോ എക്സാംസുകളൊന്നും ഇല്ല, അതുകൊണ്ട് ഒന്ന് റിലീവ് ചെയ്ത് നിങ്ങൾ മെല്ലെ പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്തില്ല, അതിനുള്ള സമയമില്ല. ഇനി എന്താണ്, നിങ്ങൾ ഈ നിമിഷം മുതൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. നമുക്ക് ഓരോ മിനിറ്റും നമുക്ക് വിലപ്പെട്ടതാണ് അല്ലെ. ഇനിയിപ്പോ നമുക്ക് പഠിക്കാൻ താല്പര്യമില്ല, ആ ഒരു മിനിറ്റിൽ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണോ. വെറുതെ ഫോണിൽ എടുത്ത് 2 ക്വസ്റ്റ്യൻ ചെയ്താൽ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നെങ്കിലോ 1 മാർക്ക് കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും നമുക്ക് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു സ്റ്റഡി പ്ലാൻ
പ്ലാൻ ഞാൻ ഈ പറഞ്ഞ പോലെ 4 മാസത്തിനുള്ളിൽ ഈ പറയുന്ന സിലബസ് എന്തായാലും സിലബസ് മാറാൻ വളരെ ചാൻസ് കുറവാണ്. ഇനി മാറുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ സാധ്യതകളെ വരും. ഓക്കെ, നമ്മൾ ഈ ഒരു സിലബസ് വെച്ച് പഠിച്ചാൽ തന്നെ ഇനി മാറിയാലും അതിന്റെ ഒരു 80% ഈ ഒരു സിലബസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു സിലബസ് വെച്ചിട്ട് ഒരു 4 മാസത്തിനുള്ളിൽ വരുന്ന രീതിയിൽ നല്ലൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അതിനനുസരിച്ച് അതിൽ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് ആരൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്താലും, ഞാൻ പറയാം, നമ്മൾ എന്താ പറയുന്നത്, എന്തൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടിയാലും എന്താണ് ആ ഒരു സ്റ്റഡി പ്ലാനിൽ സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ പറഞ്ഞു സൈലന്റ് ടെക്നിക്കൽ നിങ്ങളെ കൂടെയുണ്ട്. സൈലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചസുകൾ ഈ വരുന്ന ഓവർസിയർ എക്സാംസുകൾക്ക് കേരളത്തിലെ ഡിഫറൻറ്റ് സെന്ററുകളിൽ ഓഫ്ലൈൻ എക്സാംസുകളും അതുപോലെ തന്നെ ഓഫ്ലൈൻ കോഴ്സുകളും അതുപോലെ ഓൺലൈൻ കോഴ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന താഴെ പറയുന്ന ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഇതിന്റെ താഴെ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മൾ ലിങ്ക് ഗൂഗിൾ നമ്മൾ ഫോമിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അതിൽ ഈ ബാച്ചസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണമെന്നുള്ളവർക്ക്, എങ്ങനെയാണ് ക്ലാസ്സുകൾ വരുന്നത്, എത്ര മണിക്കൂറാണ്, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളിൽ, ഞാൻ പറയാം നിങ്ങൾക്ക് ഒരു രീതിയിലും അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാൻ പോകുന്ന സിവിലിന്റെ ഈ പറയുന്ന ഓവർസിയർ എക്സാംസുകൾക്കുള്ള കംപ്ലീറ്റ്ലി സിലബസ് സ്റ്റിക്ക് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകളും മികച്ച ക്വസ്റ്റ്യൻസുകൾ മികച്ച എക്സാംസുകൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ, ഇന്ന് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസുകൾ സൈലന്റ് ടെക്നിക്കൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ മറക്കണ്ട, ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. നമുക്ക് എന്ത് വേണം, ഈ 2025 നമുക്കൊരു ഗവൺമെന്റ് ജോലിയിൽ അല്ലെ ആ ഒരു കസേരയിൽ നമ്മൾ എന്ത് ചെയ്യണം, കയറിയിരിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും എക്സാമിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്നും എന്ത് ചെയ്യുക, താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.